ഹായ് ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. സെഹർ ബേബീസ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അപ്പോൾ സെഹർ ബേബി പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. ഈ വീഡിയോ എടുക്കാൻ ഒട്ടും പ്ലാൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ഓക്കെ വീഡിയോ എടുത്ത് വെക്കാം, നമുക്കും കാണാം, നമുക്കും വലുതാവുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് വെച്ചത്. ഈ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് തന്നെ ഇത് ഇടാൻ റീസൺ എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ. അതുകൊണ്ടാണ് അത് തന്നെ ചൂസ് ചെയ്തത്. രാവിലെ മോൾ എണീറ്റതും ഫ്രഷ് ആയതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെക്കാമെന്ന് കരുതി. ഒരു വ്ലോഗാക്കാനുള്ള ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഞങ്ങളിതുവരെയും ചേർക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോഴാണ് അഡ്മിഷൻ എടുത്തത്. ഓഗസ്റ്റ് 16 മോൾക്ക് 3 വയസ്സായത്. അപ്പോൾ അതിനുശേഷം ചേർക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എന്തായാലും അഡ്മിഷൻ എടുത്തു. ഇനി എന്താകുമെന്നൊന്നും അറിയില്ല, നോക്കാം. മോന് പ്ലേ സ്കൂളിൽ ചേർക്കുന്നത് 3.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ്. മോന് ഭയങ്കര പാടായിരുന്നു ഇരിക്കാനൊക്കെ. വീട്ടിൽ നിന്ന് റെഡിയാക്കി ഇറങ്ങും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അവിടെ ഇരിക്കത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ കൂടിയിരുന്നു. പിന്നെ മാം പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് നിർബന്ധം കാണും, പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നിട്ട് മാം ഭയങ്കര സകിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു മാമിന്. എപ്പോഴും അവനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന് അവൻ്റെ നിർബന്ധമൊക്കെ മാറ്റി ആ മാമിനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അവൻ 2nd സ്റ്റാൻഡേർഡിലാണ്. അവിടെ പക്ഷേ ഇവിടെ ആ കാലുണ്ടോ ചായ എനിക്ക് തന്നെ ആക്കണ്ടേ. അപ്പം ലൈസിന്റെ മൂളിൽ പോയി. അപ്പം ഞാൻ എന്തോ ചെയ്യും, അങ്ങനത്തെ അത് പോയപ്പോ പൈക്ക് എന്തുവാ അങ്ങോട്ട് ഇനി വ്ലോഗർ സെഹർ ബേബിയെ കാണാം. എന്നിട്ട് ഞാൻ പോകും വീട്ടിൽ. എന്നിട്ട് ചുമ്മി അങ്ങോട്ട് ദീപം പോക്കാൻ പോയി. അപ്പം ദീപി അത് പോകുമ്പോൾ പോന്നു. ആ ബീബി ഓക്കേ മമ്മി. എന്തുവാ എവിടെ പോകുമാ? കൂലി ഞാൻ പോത്തലെത്തും പോമ്മ. പറ, സ്കൂളിൽ പോകാന്ന് പറ. ഏത് വീട്ടിൽ? സ്കൂളിൽ പോവാ. പുതിയ മാമ, പുതിയ മാം വഴക്കൊന്നും പറയത്തില്ല. നമുക്കും ടെൻഷനും വിഷമമൊക്കെ ഉണ്ടെങ്കിലും
അവൾ അത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നുകൂടി വിഷമാവും, ടെൻഷനാവും. കാരണം മോനിങ്ങനെ പറയാനും ടീച്ചർ വഴക്കൊക്കെ പറയും എന്നൊക്കെ. അതുകൊണ്ട് 2-3 തവണ മോള് ചോദിച്ചു, മാം വഴക്ക് പറയുമോ, മാം വഴക്ക് പറയും. ഞാൻ പറഞ്ഞു പുതിയ മാമാണ്, മാം വഴക്കൊന്നും പറയത്തില്ല. സാക്കിയുടെ ആ സമയത്ത് മാമിൻ്റെ പേര് ഷീനാജ് എന്നായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു മോളും ചെല്ലുമ്പം ആ ഒരു മാം ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ മാം പോയി, മാമിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മാം പോയി. മോൻ്റെയും മോളുടെയും പ്ലേ സ്കൂൾ ഒന്നായിരുന്നു. നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്കൂൾ തന്നെയാണ് നോക്കിയത്. കാരണം ഒരു നിർബന്ധമോ ബുദ്ധിമുട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല അവിടെ എത്താനായിട്ട്. കൂടുതൽ പേരും സജസ്റ്റ് ചെയ്ത് രാമഗഡൊക്കെയാണ് സ്കൂള്. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ നമ്മൾ ചേർത്തത് തന്നെ. എൻ്റെ മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അവൾ നല്ല രീതിയിൽ പഠിക്കട്ടെ. ഇപ്പം ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മോളുടെ സ്കൂളെത്തി, അവളുടെ സ്കൂളിലേക്ക് കയറാൻ പോവാണ്. ലാസ്റ്റ് അവൾ ചോദിച്ചു, മാം വഴക്ക് പറയുമോ? ഓക്കെ. ഞങ്ങൾ പേടിച്ച പോലൊന്നും ഇല്ലായിരുന്നു. മോള് മിടിക്കുകയാണ്, അവൾ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദ്യം കുറച്ചൊന്ന് ടെൻസ്ഡായിട്ടിരുന്നെങ്കിലും പിന്നെ അവളങ്ങ് ഹാപ്പിയായി. മോള് നിർബന്ധമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മാം ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം മോളെ വിളിക്കാൻ പോവുകയാണ് ഞാൻ. സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് എന്താ പറഞ്ഞ? ആണോ? ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സിനെ? മാം എന്താ പറഞ്ഞ? മുട്ടായി തന്നോ? സർ കരഞ്ഞില്ല? ഗുഡ് ഗേൾ അല്ലേ? ഗുഡ് ഗേൾ ആണോ? ഓക്കെ. വാപ്പച്ചി എന്തേ? നാളെ സ്കൂളിൽ പോകുമോ? ഗുഡാണോ? സാറിന് യൂണിഫോം തന്നോ? ഇത് സെഹർ ബേബിയുടെ സെക്കൻഡ് ഡേ ഓഫ് സ്കൂളാണ്. യൂണിഫോമൊക്കെ കിട്ടി. യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അവൾ സ്കൂളിലൊക്കെ പോകാറായോ എന്നൊക്കെയുള്ളൊരു തോന്നൽ. യൂണിഫോമിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ എടുത്ത് നെറ്റിയിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് ഞങ്ങൾ കൊണ്ടാക്കുന്നത്. 8:30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സ്കൂളിൽ ചേർക്കുന്നത്. ഒരു 10:30 ആകുമ്പോഴത്തേക്കും വിളിക്കാൻ ചെല്ലും. അങ്ങനെ സെഹർ ബേബിയുടെ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്തു. പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ.